അടുത്തത് നവഗ്രഹ വനമാണ്. നവഗ്രഹ വനം എന്ന് പറഞ്ഞാൽ 9 ഗ്രഹങ്ങൾക്കും സൂര്യനും ഓരോ വൃക്ഷങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പൂർവികർ സങ്കല്പിച്ചിട്ടുണ്ട്. അതിൽ ഇതിനുമ്പ് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വൃത്തത്തിൻ്റെ നടുക്കായി സൂര്യനെ പ്രതിനിധീകരിക്കുന്ന എരിക്ക് വയ്ക്കുകയും അതിന് ചുറ്റും ഓരോ ഗ്രഹത്തിൻ്റെ സൂര്യൻ്റെ ഉള്ള ഗ്രഹത്തിൻ്റെ ഓരോ സ്ഥാനത്തും ഓരോ ഗ്രഹത്തിനാവശ്യമുള്ള സസ്യങ്ങളും ഔഷധങ്ങളും വൃക്ഷങ്ങളും വച്ച് പിടിപ്പിച്ച് ഒരു നവഗ്രഹ ഉദ്യാനം പോലെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ നവഗ്രഹ ഉദ്യാനത്തിൽ ഉള്ള ഓരോ മരുന്നുകളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔഷധ ഗുണങ്ങൾ മുഴുവൻ മനസ്സിലാക്കാനുള്ള ഒരു ബാർകോഡ് സഹിതമായി ചെയ്യാനുള്ളൊരു പുറപ്പാടിലാണിപ്പം. അങ്ങനെ അത് പൂർത്തിയായിട്ടുണ്ട്. ഇതിനകത്ത് പല മരുന്നുകളും വളരെ പ്രശസ്തമായ ഔഷധങ്ങളാണ്. ഇത് രണ്ടിൽ നിന്നും കൂടിക്കഴിഞ്ഞാൽ വേറൊരു ഔഷധത്തിൻ്റെ ഗുണം കിട്ടും. ഇങ്ങനെയുള്ള അതിൻ്റെ ഒരു ആയുർവേദിക് തീം മനസ്സിലാക്കാനും കുട്ടികളെയൊക്കെ പുതിയതിലേക്ക് അതിൽ ആകർഷിക്കാനും ആണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പം നവഗ്രഹവനം 9 ഗ്രഹത്തിനുള്ളതും സൂര്യനുള്ളതുമായിട്ടുള്ള വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. അതിലേക്ക് ഈ ജൈവവൈവിധ്യ ഉദ്യാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്.